സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാവം ബലരാമൻ ആകെ പെട്ടിരിക്കുകയാണ്, ആകെ കൺഫ്യൂഷനിലാണ്. ഏത് ധിക്കരിക്കും, ഏത് അനുസരിക്കുമെന്ന് അയാൾക്ക് അറിവുണ്ടാവുന്നില്ല. രണ്ട് വശത്തും താൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആളുകൾ, പിന്നെ നല്ല കുട്ടിയെപ്പോലെ ഒരാളെയാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ലോകത്ത് ഇത്രയും ഫ്രോഡായ ഒരു പെണ്ണ് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അമ്മ മനസ്സിലാക്കി കൊള്ളണമെന്നില്ലെന്നും ബലരാമന് തോന്നുന്നുണ്ട്. അത് താനും കൃഷ്ണൻ്റെയും അച്ഛൻ്റെയും സൈഡ് എന്ന മാനസിക കുറ്റം പറയുകയാണെന്നേ അമ്മ ചിന്തിക്കൂ. എന്ത് ചെയ്യണമെന്ന് ബലരാമന് അറിയുന്നില്ല. അമ്മ അച്ഛനെയും കൃപമോളെയും വിഷമിപ്പിക്കാനും പറ്റില്ല. എന്ത് വിശ്വസിച്ച് താൻ ആ വിഷജീവിയെ ഭാര്യയാക്കും, ഈ വീട്ടിലെ മരുമകളാക്കും. അവൾ തന്നെ മാത്രമല്ല ഈ വീട് മുടിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ബലരാമൻ. അമ്മയോടാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മാനസയോട് ചെയ്ത നെറുകേടിന് ഈ പ്രായശ്ചിത്തമെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന അമ്മയെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ആ ഒരു തീരുമാനത്തിൽ നിന്നും അണുവിട പോലും അമ്മ മാറില്ലെന്ന് ബലരാമൻ അറിയാം. ഇതാണ് താൻ പറഞ്ഞത്, എൻ്റെ മോൻ ഈ അമ്മയ്ക്ക് സാധിച്ചു തരുമെന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് സുജാത പറയുമ്പോൾ നെഞ്ചിൽ ഇടുത്തി വീണതുപോലെ ആവുന്നുണ്ട് ബലരാമന്. വീണ്ടും തന്നെ പരീക്ഷണങ്ങൾ വേട്ടയാടുകയാണോ എന്ന് ചിന്തിച്ച ബലരാമൻ താൻ വേദനിച്ചാലും തൻ്റെ അമ്മ ഒരിക്കലും വേദനിക്കരുതെന്ന് തീരുമാനിച്ച് എൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടമെന്ന് സുജാതയോട് പറഞ്ഞ് സുജാതയെ നെഞ്ചോട് ചേർക്കുന്നു. അങ്ങനെ കൃഷ്ണും കൺമണിയും ഒരുമിച്ചെടുത്ത പരിശ്രമത്തിന് ഒടുക്കം വിജയം കണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും അവരുടെ പരിശ്രമം ഒരിക്കലും തോൽക്കില്ലല്ലോ. ഭഗവാന് അത്രമേൽ അവർ രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്. അവരുള്ളിടത്ത് വിജയങ്ങൾ അവരെ തേടി വരും. എന്തായാലും അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടേണ്ടതിനേക്കാൾ അപ്പുറം തിരിച്ചടി കിട്ടിയിട്ടാണ് കേട്ടോ അവർ മുന്നേറിയിരിക്കുന്നത്. കൃഷ്ണനോട് കൺമണി ഇതൊരിക്കലും എൻ്റെ മാത്രം വിജയമല്ല, നമ്മുടെ വിജയമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവളുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്നുണ്ട് സ്നേഹത്തോടെ കൃഷ്ണൻ. എല്ലാം ശുഭമായി കലാശിച്ചത് കാണുന്ന ശ്രീദേവി മാനസയെ വിളിച്ച് അത് ചോർത്തി കൊടുക്കുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി, ആകെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ മാനസികാകെ നിരാശയും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. താൻ എന്ത് ചെയ്താലും അതൊന്നും ആ കൺമണിയുടെ മുന്നിൽ ഏശുന്നില്ലല്ലോ. തിരിച്ചടികളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നീട് വരുണിനെ കരീം സാഹിബ് പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി നേരെ അലികയിലേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ ദേഷ്യം വരുണിൻ്റെ അടുത്ത് നേരിട്ടവർ തീർക്കട്ടെ എന്ന് വിചാരിച്ചാണ് കരീം സാഹിബ് കൊണ്ടുവരുന്നത്. പിന്നെ ദേവിജിയുടെ നിർദ്ദേശവുമുണ്ട്. എന്തായാലും അലികയിൽ എത്തുന്ന വരുണിന് നല്ല സ്വീകരണം തന്നെയാണ് കിട്ടുന്നത്. കൃഷ്ണ അയാളെ ശരിക്കും പഞ്ഞിക്കിടുന്നു. കൺമണിയും വെറുതെ ഇരുന്നില്ല, അവളും കൊടുക്കുന്നുണ്ട് ചെകിട്ടത്തിനടുത്ത് അവളുടെ വക. അതിനിടയിൽ മഹി അവിടെ നിന്നുകൊണ്ട് എനിക്കപ്പോൾ ഇടിക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയാണ്. കരീം സാഹിബാണ് കൃഷ്ണ തല്ലാൻ തുടങ്ങുമ്പോൾ ആദ്യം തല്ലേണ്ടത് കൃഷ്ണനല്ലേ എന്നും കൺമണിമോളാണെന്നും പറയുന്നുണ്ട്. പിന്നീട് മാനസ ആകെ നിരാശയായി ഒന്നും അറിയാത്ത ഭാവത്തിൽ കൃഷ്ണകൃപയിൽ എത്താണ്. ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് തൻ്റെ പേരിൽ ഒരു കുറ്റവുമില്ല, താൻ നിരപരാധിയാണെന്ന് അവരെ കാണിക്കാനാണ് കേട്ടോ ആ ചെല്ലുന്നത്. അതിനു മുൻപ് കൃഷ്ണ ഓഫീസിലുണ്ടായ സംഭവങ്ങൾ മുഴുവൻ സാഗറിനോട് വിളിച്ചു പറയുന്നു. ബലരാമൻ സുജാത മാനസയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. ഒരു ക്രിമിനലിനെ എൻ്റെ മകൻ കല്യാണം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.